ഒരു രക്ഷയുമില്ല. എവിടെ പോയാലും ഹാക്കിങ്, അതുപോലെ നമ്മുടെ ഡാറ്റ ഇൻഫർമേഷൻ എല്ലാം മിസ്സാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തലവേദന തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവിടെയെല്ലാം സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന അവരെ നിരോധിക്കണം. അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഫൈൻ എല്ലാം കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം ആരാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഒരിക്കലും അധികമൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പുറത്തെല്ലാം പോകുന്ന സമയത്ത്, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ പബ്ലിക്കായി നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവിടെ വച്ചിരിക്കുന്ന USB വെച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണെല്ലാം ചാർജ് ചെയ്യുന്നു എന്ന് കരുതുക. ഇത്തരത്തിൽ ചാർജ് ചെയ്യുന്നത് നിങ്ങളുടെ ഡാറ്റയെല്ലാം നഷ്ടപ്പെടുത്താൻ, അതായത് നിങ്ങളുടെ ഫോണിലെ ഫുൾ ഡാറ്റയെല്ലാം നഷ്ടപ്പെടുത്താനെല്ലാം കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ ഇത്തരത്തിലുള്ള കേബിൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ജ്യൂസ് ജാക്കിംഗ് കേബിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു കേബിളിൽ തന്നെ ഇത് യൂസ് ചെയ്ത് നമ്മൾ മൊബൈൽ ഫോൺ എല്ലാം ചാർജ് ചെയ്യുമ്പോൾ ഒരു മാൾവെയർ എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു മൊബൈലിൽ ഓട്ടോമാറ്റിക്കായി ഇൻജെക്റ്റ് ആവുകയും അതുവഴി നമ്മുടെ ഡാറ്റ എല്ലാം തന്നെ ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. അതിനാൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യമൊന്നും അറിയാതെ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയെല്ലാമാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഡാറ്റയെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ സ്വകാര്യമായ ഒരുപാട് ഡാറ്റാസ് എല്ലാം തന്നെ നമ്മുടെ പേഴ്സണൽ മൊബൈൽ ഫോണിലെല്ലാം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ലീക്ക് ആകുന്നതിനും ഇത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ തന്നെ ഹനിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം മാറുന്നതിനുള്ള കാരണവുമായി തീരും. ഇങ്ങനെയുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം മിസ്സാകുന്നത് വലിയ അപകടങ്ങളെല്ലാം ക്ഷണിച്ചു വരുത്താറുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. നിങ്ങൾക്ക് ട്രസ്റ്റഡ് അല്ലാത്ത ഒരു ഭാഗത്ത് പോയി നിങ്ങൾ ചാർജ് ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ചാർജ് എല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ ചാർജ് ഒന്നുമില്ല എങ്കിൽ ഏറ്റവും ബെസ്റ്റായ കാര്യം നിങ്ങൾ തന്നെ ഒരു നല്ല USB കേബിൾ എല്ലാം തന്നെ കയ്യിൽ കരുതുക എന്നതാണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്കൊരു ഇൻഫർമേഷൻ എല്ലാം വരും. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണോ, ചാർജിങ് ഓൺലി ആണോ, ഇങ്ങനെയുള്ള കുറച്ച് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എല്ലാം വരാറുണ്ട്. ഓൾവേസ് നമ്മൾ ഇത് ചാർജിങ് ഓൺലി എന്ന് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്നുമല്ല, നമ്മൾ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഒറിജിനൽ USB കേബിൾ എല്ലാം തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒറിജിനൽ ചാർജർ നിങ്ങളുടേത് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു പവർ ബാങ്ക് എല്ലാം യൂസ് ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇപ്പോൾ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെല്ലാമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ഡാറ്റ അതുപോലെ നിങ്ങളുടെ പ്രൈവസി എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിലുള്ള ചാർജർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കേബിൾ എല്ലാം യൂസ് ചെയ്ത് തന്നെ ചാർജ് ചെയ്യാനെല്ലാം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു നല്ല ഒരു പവർ ബാങ്ക് എല്ലാം ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ കരുതുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്